ഇന്നത്തെ വീഡിയോ ഈ രണ്ട് ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. വ്യത്യാസം മാത്രമല്ല, ഈ രണ്ട് ചോദ്യങ്ങൾ എവിടെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ച് കൂടിയാണ്. വുഡ് യു, ഡു യു. ആദ്യം വുഡ് യു എവിടെ ഉപയോഗിക്കാം എന്ന് നോക്കാം, പിന്നീട് ഡു യു. അതിനുശേഷം ഈ ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയാം. എവിടെയാണ് വുഡ് യു യൂസ് ചെയ്യാം? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വുഡ് യു യൂസ് ചെയ്യാം. ചോദ്യങ്ങൾ നോക്കിയേ. വുഡ് യു ലൈക്ക് എ ചോക്ലേറ്റ്? വുഡ് യു ലൈക്ക് എ ചോക്ലേറ്റ്? വുഡ് യു ലൈക്ക് സം കോഫി? വുഡ് യു ലൈക്ക് സം കോഫി? വുഡ് യു ലൈക്ക് ടു പ്ലേ എ ഗെയിം? വുഡ് യു ലൈക്ക് ടു പ്ലേ എ ഗെയിം? Would you like to go out for dinner? Would you like to go out for dinner? What would you like? Tea or coffee? What would you like? Tea or coffee? അപ്പോൾ would you ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഓഫർ ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ നമ്മള് would you ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇനി ഇതിന്റെ മറുപടി പറയാനും വുഡ് യൂസ് ചെയ്യാം. യെസ്, ഐ വുഡ് ലൈക്ക് ടു ഗോ ഫോർ ദ മൂവീസ് ടുനൈറ്റ്. ഐ വുഡ് ലൈക്ക് ടു ഗോ ഫോർ ദ മൂവീസ് ടുനൈറ്റ്. യെസ്, ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് കോഫി. അപ്പൊ ഇത്തരത്തിൽ മറുപടി പറയാനായിട്ട് നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? വുഡ് യൂസ് ചെയ്യാം. ഇനി ഈ ഡൂയും വുഡിയും തമ്മിലുള്ള വ്യത്യാസം പറയണം. അതിനു മുന്നേ ഡൂയു വെച്ചുള്ള ചോദ്യങ്ങൾ നോക്കാം. ഡു യു നമ്മുടെ ഹാബിറ്റ്സിനെ, ശീലങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ചോദിക്കുമ്പോൾ, റുട്ടീൻ, ജനറൽ ആക്ഷൻസ് ഇതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ, ജനറൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് ഡു യു യൂസ് ചെയ്യാം. ഡു യു ലൈക്ക് റീഡിംഗ് ബുക്സ്? നിങ്ങൾക്ക് ബുക്സ് വായിക്കുന്നത് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് റീഡിംഗ് ബുക്സ്? ഡു യു ഹാവ് എ പെറ്റ്? ഡു യു ഹാവ് എ പെറ്റ്? നിങ്ങൾക്കൊരു പെറ്റ് ഉണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി? നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജനറൽ കാര്യങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ ഹാബിറ്റ്സ് ചോദിക്കാൻ, റുട്ടീൻസ് ചോദിക്കാൻ ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡു യു ഉപയോഗിക്കാം. ഇനി ഡൂയും വുഡിയും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡു യു വാണ്ട് ടീ ഓർ കോഫി? ഡു യു വാണ്ട് ടീ ഓർ കോഫി? നിനക്ക് ചായ ആണോ കോഫി ആണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഇത് വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഇതുപോലെ ചോദിക്കാൻ പറ്റണമെന്നില്ല. വളരെ ഫോർമൽ ആയിട്ട് ചോദിക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെ നമ്മൾ ചോദിക്കുന്നത് വാട്ട് വുഡ് യു ലൈക്ക് tea or coffee? What would you like? Tea or coffee? നോക്കി, സെന്റൻസുകളുടെ അർത്ഥം സിമിലർ ആണ്. നിങ്ങൾക്ക് കോഫി വേണോ എന്ന രീതിയിൽ തന്നെയാണ് രണ്ട് ചോദ്യം. പക്ഷെ ആദ്യത്തെ ചോദ്യം വളരെ കാഷ്വൽ ആയിട്ട് ഇൻഫോർമൽ ആയിട്ടാണ് ചോദിക്കുന്നത്. രണ്ടാമത്തേത് വാട്ട് വുഡ് യു ലൈക്ക് എന്ന് ചോദിക്കുമ്പോൾ അവിടെ വളരെ ഫോർമൽ ആയിട്ട് പൊളൈറ്റ് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് തന്നെയാണ് ഈ രണ്ട് ചോദ്യങ്ങൾ തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ഫോർമൽ ആയിട്ട് പൊളൈറ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ വുഡ് യു യൂസ് ചെയ്യാം. ഇൻഫോർമൽ ആയിട്ട് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡു യു ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കി. ഡു യു വാണ്ട് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്? ഡു യു വാണ്ട് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്? നിങ്ങൾക്കൊരു പുതിയ ലാംഗ്വേജ് പഠിക്കണോ? നോക്കി, വുഡ് യു ലൈക്ക് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്? വുഡ് യു ലൈക്ക് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്? രണ്ട് രീതിയിലും ചോദിക്കാം. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ വളരെ കാഷ്വൽ ആയിട്ട്, ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ, പൊളൈറ്റ്നെസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കാണ്. രണ്ടാമത്തെ ചോദ്യം ഒരു ഫോർമൽ ടോണില്, ഒരു പ്രൊഫഷണൽ സെറ്റിംഗ്സിലാണ് നമ്മൾ ചോദിക്കുന്നത്. വുഡ് യു ലൈക്ക് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്? രണ്ട് രീതിയിലും ചോദിക്കാം. ഇനി പൊളൈറ്റ് ആയിട്ട് ഫോർമൽ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് വുഡ് യു യൂസ് ചെയ്യാം. അതല്ല ഡയറക്റ്റ് ആയിട്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഡു യു യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്
ഡു യു, വുഡ് യു. ഡു യു നമ്മൾ സാധാരണ ജനറൽ ആക്ഷൻസ്, ഹാബിറ്റ്സ്, റുട്ടീൻസ് എന്നിവയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉപയോഗിക്കും. വുഡ് യു ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വുഡ് യു യൂസ് ചെയ്യാം. രണ്ടും തമ്മിലൊരു കോമൺ ഡിഫറൻസ്, ഒരേ കാര്യം തന്നെ രണ്ട് രീതിയിലും നമുക്ക് ചോദിക്കാം. എന്നാൽ വളരെ ഫോർമൽ ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് വുഡ് യു യൂസ് ചെയ്യാം. ഫോർമൽ മാത്രമല്ല, വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ. ഇനി കാഷ്വൽ ആയിട്ട് നമ്മൾ ആ ഫോർമാലിറ്റി ഒന്നും കീപ്പ് ചെയ്യാതെ കാഷ്വൽ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഡു യു യൂസ് ചെയ്യാം. ഇവ തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.